അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم أجرا إلا المودة في القربى. صدق الله مولانا العظيم. قال حبيبنا ونبينا محمد صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت، والعاجز من أتبع نفسه هواها وتمنى على الله. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا يا رسول الله. اللهم صل وسلم وبارك عليه. അർഹമുറഹ്മാനായ റബ്ബ്, ഈ മഹനീയമായ സദസ്സ് വർഷാരംഭത്തിലെ മുഹറം മാസത്തിലെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസ് എല്ലാ നിലക്കും അനുഗ്രഹീതമായ 10 ദിനങ്ങളിൽപ്പെട്ട ഒരു രാത്രിയിൽ അതിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ മാലോകരം മുഴുവനും ദുഃഖത്തിലായിത്തി. ആ ദുഃഖത്തിന്റെ കയ്പുനീര് ഈ സമയവും കടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മളിൽ നിന്ന് സർവ സൽക്രമങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. 6 ലക്ഷം വെച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഈ സദസ്സിനെ നാം ഉദ്ദേശിച്ചത്. ഇതിന്റെ എല്ലാം പ്രതിഫലം മർഹൂം ഖുറത്ത് തങ്ങളെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് സമയമില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. മുഹറം ഹിജ്റ വർഷാരംഭ മാസമാണ്. പുണ്യങ്ങൾ നിറഞ്ഞ, പവിത്രങ്ങൾ നിറഞ്ഞ, വിശേഷങ്ങൾ അടങ്ങിയ 10 ദിവസങ്ങളിൽപ്പെട്ട ഒരു രാത്രിയിലാണ് നാം നിലകൊള്ളുന്നത്. വജാഅന്ന സലഫ സ്വാലിഹീന കാനൂ യുഅല്ലിമൂന 3 അശറാത്തിൻ എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ എഴുതി വെച്ചതായി കാണാം. മുൻഗാമികളായ പണ്ഡിതന്മാര് 3 10കളെ, മാസങ്ങളിൽപ്പെട്ട 3 10 ദിവസത്തിനെ വല്ലാതെ ആദരിച്ചിരുന്നു എന്നും അതിൽപ്പെട്ട ഒരു 10 മുഹറമിന്റെ ആദ്യത്തെ 10, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10, റമളാനിലെ അവസാനത്തെ 10. അതെ, മുസ്ലിം ലോകത്തിന്റെ ആധികാരികമായ കണക്ക് കൂട്ടുന്ന വർഷാരംഭം അത് ഹിജ്റ വർഷമാണ്. നമ്മളെ മരണത്തിന്റെ ആ കൊല്ലം കൂട്ടുന്നതും ജന്മത്തിലെ ബർത്ത്ഡേ കണക്കാക്കുന്നതും ഇദ്ദയുടെ കണക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് ആധികാരികമായ സകാത്തിന്റെ കണക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ കണക്കും ആധികാരികമായി നമ്മൾ കൂട്ടേണ്ടത് ഹിജ്റ വർഷം പിടിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മളതെല്ലാം ഇന്ന് കഴിയൊഴിഞ്ഞ് ക്രിസ്തുവർഷം അത് മാത്രമേ നമുക്ക് നമ്മുടെ ജന്മദിനവും കഴിഞ്ഞുപോയ ഓരോരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുള്ളൂ.
അതെല്ലാം മാറ്റിവെച്ച് തനതായ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നാം മടങ്ങി വരണം എന്ന് ഞാൻ മുഹറം മാസത്തിന്റെ സന്ദേശം എന്നോളം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വർഷാരംഭത്തില് ജനുവരി 1-ാം തീയതി നമ്മളെല്ലാവരും പാതിരാത്രിയില് ഡിസംബർ ലാസ്റ്റ് ദിവസം കാത്തിരിക്കും അർദ്ധരാത്രി 1 മണി എപ്പോഴാകുമെന്നു. അതിന് മുമ്പ് തന്നെ ഹാപ്പി ന്യൂ ഇയറിന്റെ മെസ്സേജുകളും അതുപോലെ പോസ്റ്ററുകളുമെല്ലാം അയച്ച് നാം മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ട്. 1446-ാം ഹിജ്റ വർഷം കടന്നു വന്നപ്പോൾ നമ്മൾ ആരും ഒരു ഹാപ്പി ന്യൂ ഇയർ അയക്കാൻ ഓർമ്മിച്ചിട്ടില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തില് നാം ഗൗനിക്കേണ്ട, നാം ബഹുമാനിക്കേണ്ട, നാം കണക്കിലെടുക്കേണ്ട വർഷം അത് ഹിജ്റ വർഷമാണ്. അത് ഒന്ന് കടന്നുപോയത് നാം അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി നെക്സ്റ്റ് വരുന്ന നമ്മുടെ ജീവിതം, കഴിഞ്ഞുപോയ ജീവിതത്തിനെല്ലാം ഒന്ന് വിലയിരുത്തി, ഒന്ന് ഹിസാബ് നടത്തി, ഒരു വർഷം എന്റെ ജീവിതത്തിൽ നിന്ന് പിറകോട്ട് പോയി, ഞാൻ മരണത്തിലേക്ക് അടുത്തു എന്ന് നമ്മളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഈ സമൂഹത്തിനെ, വിശിഷ്യ കർണാടകക്കരക്ക് തന്നെ ദീന് പകർന്നു തന്ന അരനൂറ്റാണ്ടിലേറെ കാലം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത് ഇന്നും മനുഷ്യ മക്കളുടെ മനസ്സിൽ നിന്ന് മായാതെ പോയ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ബീവി ഫാത്തിമയുടെയും പ്രിയപ്പെട്ട മകനായിട്ട് 960-ൽ ഹിജറാബ്ദം 1379 ദുൽഖഅദ് 5-ന് മെയ് മാസം 1-ാം തീയതി എട്ടിക്കുളത്ത് ജന്മം കൊണ്ട മഹൽ വ്യക്തിത്വമാണ് സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ, സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ എന്ന് പറയുന്ന കൂറത്തങ്ങൾ. അല്ലാഹു ജല്ല ജലാലു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ഉടമ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച വ്യക്തിത്വം, ആരോടും പകയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ചൊടിയും ഹുങ്കും അഹങ്കാരവും കിബറും ഉജുബും ഒന്നും കാണിക്കാതെ തുറന്ന മനസ്സോടൊരു പച്ചയായ ജീവിതം കാണിച്ച് നമ്മളിൽ നിന്ന് അകാലമായ ഒരു മരണം കൈവരിച്ച, ഇന്നും ദുഃഖത്തില് എല്ലാവരും ഒരുപോലെ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരെയും യതീമാക്കിയിട്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ മഹൽ വ്യക്തിത്വം. ഇത്ര വലിയ അംഗീകാരവും ജനമനസ്സുകൾ മുഴുവനും അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു, സ്നേഹിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടത്തെ വിയോഗത്തോടനുബന്ധിച്ച് ആയിരങ്ങൾ പൊട്ടിക്കരഞ്ഞു. അവിടത്തെ ജനാസ ഒന്ന് കാണാനും, ഒരു മയ്യത്ത് നിസ്കാരത്തില്, അതുപോലെ മയ്യത്തിന്റെ കാര്യക്രമങ്ങളില് ഒന്ന് സംബന്ധിക്കുവാനുമുള്ള ആവേശത്തോടെ അവിടുത്തെ നാട്ടിലും സേദിയയിലും ഉള്ളാളത്തും കൂറത്തുമെല്ലാം 10,000 ഒത്തുകൂടിയതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാലോകരുടെ മനസ്സിൽ മഹാനായ കൂറത്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാം, മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇങ്ങനെ മാലോകരുടെ മനസ്സിൽ ഒരു ഇടം കൂറത്തങ്ങൾക്ക് കിട്ടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, അവിടുത്തെ മനസ്സ് അത് ക്ലിയർ ഉള്ള മനസ്സായിരുന്നു, നിഷ്കളങ്കമായ മനസ്സായിരുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മനസ്സായിരുന്നു. താൻ പഠിച്ച, താൻ മനസ്സിലാക്കിയ ഹക്ക് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ ആർജവം കാണിച്ച, എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഒന്നിച്ച് ജാതിമത ഭേദമന്യേ ജീവിച്ച് കാണിച്ച മഹൽ വ്യക്തിത്വമായതുകൊണ്ട് മാലോകര് മുഴുവനും ആ വ്യക്തിയെ ആദരിച്ചു, സ്നേഹിച്ചു, ബഹുമാനിച്ചു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്
തങ്ങള് പഠിപ്പിച്ചതുപോലെ അല്ലാഹ് ഒരു വ്യക്തിയെ അങ്ങ് സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചു പറയും ഇന്നി ഉഹിബ്ബുഹു ഫഹിബ്ബ, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കണം. എന്നിട്ട് മാലോകരെ നിങ്ങൾ പറയണം, ജനങ്ങളോട് വിളിച്ചു പറയണം, അല്ലാഹ് ഇന്നാലിന്നൊരാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം. അതൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങ് അല്ലാഹ് ഇഷ്ടപ്പെടില്ല. എന്ത് വേണോ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ മുണ്ടാസോ കമീസോ ഒല്ലിയോ താടിയോ വണ്ണമോ വലിപ്പമോ പേരോ പ്രശസ്തിയോ സമ്പത്തോ പ്രൗഢിയോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ ഒന്നും അല്ലാഹ് നോക്കുന്നില്ല. മറിച്ച് യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ ഖൽബ് എങ്ങനെയുണ്ട്, നിങ്ങളെ മനസ്സെങ്ങനെയുണ്ട്, ആ മനസ്സിലേക്ക് മാത്രമാണ് യജമാനനായ റബ്ബിന്റെ നോട്ടം. അത് ക്ലിയർ ഉണ്ടോ, നാം രക്ഷപ്പെട്ടു പോയി. അതിൽപ്പെട്ട വലിയ മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഖുറത്ത് തങ്ങള്. അവിടുത്തെ പാരമ്പര്യം ബാപ്പമാർ ഉപ്പാപ്പമാർ വലിയ വലിയ മശായിഖന്മാർ പണ്ഡിതന്മാർ അവരെല്ലാം മനസ്സ് ക്ലീനാക്കി ജീവിച്ച വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാലോകരുടെ മനസ്സിൽ ആ വലിയ മനുഷ്യന് വലിയ സ്ഥാനമാനവും ബഹുമാനവും കൊടുത്തു ആദരിച്ചു. അതെന്നും നിലനിന്നു പോവും. അത് ഹയാത്തിലുണ്ടാവും, മമാത്തിലുണ്ടാവും. മരിച്ചാലും ആ സ്നേഹം കുറഞ്ഞു പോവില്ല, മറന്നു പോവില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ അനുസ്മരണ പരിപാടികളെല്ലാം. മരിച്ച നിമിഷം മുതൽ ഫാത്തിഹയും യാസീനും ഇഖ്ലാസും അതുപോലെ തഹ്ലീലും ഖത്മുൽ ഖുർആനുമെല്ലാം ഉമ്മമാരടക്കം ഉപ്പാപ്പമാരടക്കം യുവാക്കളടക്കം ഓതിയിട്ട് ഹദിയ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഖുറത്തങ്ങളോടുള്ള മഹബത്ത് നമ്മളെല്ലാം മനസ്സിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ അകാല മരണത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം അതുകൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. എന്താണെന്നോ, മനുഷ്യനാവുന്ന നമ്മൾക്ക് അല്ലാഹുവിന്റെ അടുത്താണ് ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും വേണ്ടത്. അല്ലാഹുവാണ് നമുക്ക് അംഗീകാരം നൽകേണ്ടത്, അല്ലാഹുവാണ് നമുക്ക് പ്രശസ്തി നൽകേണ്ടത്, അല്ലാഹുവാണ് നമുക്ക് ആദരവ് നൽകേണ്ടത്, അല്ലാഹുവാണ് മെമന്റുകൾ നൽകേണ്ടത്, അല്ലാഹുവാണ് നമുക്ക് അവാർഡുകൾ നൽകേണ്ടത്. അതിനെന്ത് വേണം? അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം, മനസ്സ് നന്നാക്കിയുള്ള ജീവിതം നയിക്കണം എന്നാണ് മഹാനായ ഖുറത്തങ്ങളെ പോലെയുള്ള മഹൽ വ്യക്തിത്വങ്ങളെ അനുസ്മരണ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാഠം ഉൾക്കൊള്ളേണ്ടത്. നമ്മളെ മനസ്സും നന്നാക്കി ജീവിക്കുക, നമ്മളെ മനസ്സും കുടുസൽ ആക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവർക്കും സമാധാനം പറഞ്ഞു കൊടുക്കാൻ, ആരെ നമ്മൾ കാരണം ഒരാളെ മനസ്സിനും നമ്പലം വരാതെ, ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ, ഒരാളെ കണ്ണിൽ നിന്നും ഒരു കണ്ണിനീര് വീഴ്ത്താതെ, കഴിവിന്റെ പരമാവധി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരു പരോപകാരിയായി ജീവിക്കാൻ, വലിയ വലിയ മഹത്തുക്കളെ പോലൊന്നും നമുക്കാകില്ല എങ്കിലും ഒരു ചെറിയ രൂപത്തിലെങ്കിലും പരിശ്രമിച്ച് ഈ മരണത്തിലൂടെ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറെടുപ്പ് നടത്തുക. അതാണ് ഈ മഹത്തുക്കളെ ഓർമ്മിക്കുമ്പോൾ, സ്മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി പാഠം ഉൾക്കൊള്ളാനുള്ളത് മരണം. അത് ടൈം എത്തുമ്പോൾ അതൊരു നിമിഷം പോലും പിന്തിക്കുന്ന പരിപാടിയില്ല, അതിലൊരു അപ്പീലില്ല. അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല, ഏത് സന്ദർഭത്തിലാണെന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ആ മരണം ഏതാത്മാവുള്ള ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഏറ്റവും വലിയ പാഠം ഒന്നുകൂടി നമ്മുടെ മുമ്പിൽ അല്ലാഹ് കാണിച്ചു തന്നിരിക്കുകയാണ്. മോനെ, നീയും നാളെ മരിക്കും, നീയും നിന്റെ എൻഡിങ്ങിലേക്ക്, നിന്റെ എക്സ്പയർഡ് ഡേറ്റിലേക്കാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ വർഷം നാം തുടക്കം കുറിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം അത് കൊഴിഞ്ഞുപോയി.
താഴെ വീണുപോയി. ഇനി നെക്സ്റ്റ് ആ ഒരു കൊല്ലം കീച്ചു വെച്ചിട്ട് ലെസ്സാക്കിയിട്ട് മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ, ലൈഫുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മരണം അത് വലിയ അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ആരിഫീങ്ങളായാലും സയ്യിദന്മാരായാലും വലിയ വലിയ പണ്ഡിതന്മാരായാലും മശായിഖന്മാരായാലും മരണം എല്ലാവരും പുൽകേണ്ടി വരും. അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്ത് മരണം ചെന്നിറങ്ങിയാൽ ആ മരണത്തെ തടുക്കാൻ ലോകത്തൊരു ആകാശത്തിനും ഒരു ഭൂമിക്കും സാധ്യമല്ല. അത് ആ ടൈമില് അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മരിക്കാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തുക. ഞാനും മരിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ എനിക്ക്? മഹാനായ കൂറത്തങ്ങൾക്ക് 10,000 നിസ്കരിക്കാനും യാസീൻ ഓതാനും ഫാത്തിഹ ഓതാനും ഉണ്ട് എങ്കിൽ മോനെ, ഹയാത്തുള്ള കാലത്ത് മരിച്ചാൽ എന്നെ കുറിച്ച് മറ്റുള്ളവര്, കുടുംബക്കാരും ചങ്ങാതിമാരും നല്ലത് പറയണമെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കാൻ നമ്മൾ തയ്യാറെടുപ്പ് നടക്കുക. ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. ഒരു ഫാത്തിഹയെങ്കിലും മരിച്ച വിഷയം കേട്ടാൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതുന്ന ഒരാളെങ്കിലും നമുക്ക് വേണം. ഒരു 10 തഹ്ലീലെങ്കിലും ചൊല്ലുന്നവർ വേണം. ആ രൂപത്തിൽ നമ്മളെ ജീവിതം മാറ്റി മറിക്കണം. ആരെങ്കിലും ഒന്ന് മയ്യത്ത് നിസ്കരിക്കുന്നവർ വേണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് എന്നോ മരിക്കേണ്ടവനാണ് നന്നായി എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളെ മരണവാർത്ത കേൾക്കുമ്പോൾ ആവാൻ പാടില്ല. ആ രൂപത്തിൽ നമ്മളെ ജീവിതത്തെ പാകപ്പെടുത്തി എടുക്കണം. പുന്നാര നബി മുഹമ്മദ് റസൂലുള്ളാഹ് ബുദ്ധിമാൻ ആരാണ് എന്ന് പറഞ്ഞത് കൂട്ടത്തില് അൽ കയ്യിസ്, ബുദ്ധിമാൻ. നമ്മൾ വിചാരിക്കും അല്ല എഞ്ചിനീയർമാർ, നല്ല നല്ല ടെക്നോ ഡെവലപ്മെന്റിലെല്ലാം നല്ല ബുദ്ധികൂർമ്മതയുള്ള കോളശാസ്ത്രവും അതുപോലെ തന്നെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം, മിസൈലുകളെല്ലാം, നാസ അതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നവരെല്ലാമാണ് വലിയ ബുദ്ധിമാന്മാർ. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്നറിയോ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ ആത്മാവിനെ, തന്റെ റൂഹിനെ പാകപ്പെടുത്തിയെടുത്ത് അതതിന്റെ വഴിക്ക് വിടാതെ, തടീച്ചക്ക് വിടാതെ, പ്രൗഢിക്കും പത്രാസിനും പേരിനും പെരുമക്കും ഹുങ്കിനും ജാടക്കും തോന്നിയതുപോലെ ജീവിതം നയിക്കാതെ അതിനെ കൺട്രോളിൽ കൊണ്ടുവന്ന് കിബ്ർ വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്ത്, അഹങ്കാരം വരുമ്പോൾ ഇല്ലായ്മ ചെയ്ത്, പച്ചക്കളവ് നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിനെല്ലാം മടക്കി വെച്ച് ഹറാമ് ചെയ്യാതെ, വട്ടി തിന്നാതെ, കൊടുക്കാതെ, വഞ്ചന നടത്താതെ, തട്ടിപ്പ് നടത്താതെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഉലമാക്കളെ പണ്ഡിതന്മാരെ നിസാരപ്പെടുത്താതെ അങ്ങനെയുള്ള നിഷ്കളങ്കമായ മനസ്സാക്കി മാറ്റി വഅമില ലിമാ ബഅദൽ മൗത്ത്. മരിച്ചാൽ നേട്ടം ഉണ്ടാക്കി വെച്ച്, കിട്ടാനുള്ള സമ്പാദ്യം ഉണ്ടാക്കി വെച്ച് ജീവിച്ചവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. 10 രൂപ സദക്ക കൊടുത്ത്, മുതാലിമികൾ ഭക്ഷണം കൊടുത്ത്, സ്വലാത്തിന് വരുമ്പോൾ സംഭാവന കൊടുത്ത്, നമ്മുടെ പള്ളിയുടെ പുരോഗമനത്തിന് വേണ്ടി, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ജാഗ വാങ്ങിയിട്ട്, സ്ഥലം വാങ്ങിയിട്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദും കമ്മിറ്റി ഭാരവാഹികളുമെല്ലാം ഒരു സദക്ക ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അവർക്ക് കഴിവിന്റെ പരമാവധി 1000ങ്ങളും 10,000ങ്ങളും സ്ക്വയർ ഫീറ്റുകളെല്ലാം ഏറ്റെടുത്ത് അതിനെല്ലാം പൂർത്തീകരിക്കുന്ന നല്ല നല്ല കാര്യങ്ങള് ആഖിറത്തില് ഇതെല്ലാം എനിക്ക് വലിയ ബെനിഫിറ്റ് ആണ് എന്നുള്ള ഒരു വലിയ സ്വത്ത്, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാക്കി വെച്ച് മരിച്ചവനാണ്, ജീവിച്ചവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ മുഹമ്മദ് റസൂലുള്ളാഹ്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, നമ്മുടെ 3-ാം ബ്ലോക്ക് എന്നുള്ളത് ഇത്ര വലിയ ബഹുമാനവും പള്ളിയും ദർസും മദ്രസയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് സാധുക്കളായ എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, ഇൽമിനോടുള്ള ബഹുമാനം,
അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ മുഹിബ്ബീങ്ങള്, നാട്ടിലും പുറനാട്ടിലുമുള്ള ധാരാളം പ്രവാസികള്, ഉമ്മമാര്, നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായവും സഹകരണവും ഇൽമിനോടുള്ള, ദർസിനോടുള്ള, സലാത്തിനോടുള്ള ആ മഹബത്തും കൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാ നിലക്കും ഈ കൃഷ്ണാപുര ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തിയിലും പെരുമയിലും പേരിലുമായിട്ട് നമ്മുടെ ദർസും ഈ നാടിനെ കണ്ട് മറ്റുള്ളവര് ഈ നാടിനെ കണ്ട് പഠിക്കണമെന്ന് പോലും പറയുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്, നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ്. അല്ലാഹുവിന്റെ ദീൻ അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്നുള്ള നല്ല മനസ്സുള്ള ധാരാളം മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ അകമഴിഞ്ഞ ആ സഹായ ധനങ്ങൾ കൊണ്ട് മാത്രമാണ് മൂന്നാം ബ്ലോക്കിന്റെ എല്ലാ വിജയവും, എല്ലാ അഭിമാനവും, എല്ലാ അന്തസ്സും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികള്, മുദരിസ് ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങള്, അതെ, അവർക്കെല്ലാം വേണ്ട പോലെ രൂപത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് എല്ലാ നിലക്കും കയ്യിന്ന് ഇടേണ്ട പരമാവധി ലക്ഷങ്ങള് ആദ്യമായി കയ്യിന്ന് ദാനം കൊടുത്ത് തന്നെയാണ് നിങ്ങൾക്കെല്ലാം അവർ നേതൃത്വം കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമായി. ഈ ഗ്രൂപ്പില്, ഈ വാട്സപ്പ് ഗ്രൂപ്പില് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു സ്ഥല പർച്ചേസിന് വേണ്ടി ധനം സംഭരിക്കാൻ വേണ്ടി അത് ഒരുമിച്ച് കൂട്ടിയ ഈ ഗ്രൂപ്പിൽ ധാരാളം മുഹിബ്ബീങ്ങള് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. കുറെ ഉമ്മമാര് അവർക്ക് കഴിവിന്റെ പരമാവധി സ്ക്വയർ ഫീറ്റുകൾ എഴുതിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വാഗ്ദാനം ചെയ്ത നമ്മുടെ സാഗറാജി 30,000 രൂപ ഏറ്റിരുന്നു, 20,000 ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ മൊയ്തീനാജി, അതുപോലെ തന്നെ നമ്മളെ മമ്മദാക്ക, അവരെല്ലാം അങ്ങനെ അനവധി നിരവധി ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈൻ പ്രേക്ഷകരായ മൂന്നാം ബ്ലോക്കിന് മഹബത്ത് വെക്കുന്ന, ഇവിടുത്തെ ദർസിനെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ സ്വലാത്തിനെ വല്ലാതെ നെഞ്ചിലേറ്റി നടക്കുന്ന എന്റെ മുഹിബ്ബീങ്ങള് എനിക്ക് പറയുവാനുള്ളത്, ഇനിയും തുടർന്നും നിങ്ങളെ സഹായ സഹകരണങ്ങള് ഉണ്ടാവുക തന്നെ വേണം. കഴിവിന്റെ പരമാവധി വലിയ 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 സംഖ്യകൾ തന്നെ തരണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങളെ കഴിവിന്റെ പരമാവധി ഒരു സ്ക്വയർ ഫീറ്റ് ആണോ, 2 ആണോ, അതെല്ലാം 5 ആണോ, 10 ആണോ, എത്രയും നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് അതെല്ലാം നിങ്ങള് എത്രയും പെട്ടെന്ന് അതെല്ലാം ഏറ്റെടുത്ത് നിങ്ങളെ ചങ്ങാതിമാർക്ക് ഇതിന്റെ മെസ്സേജ് കൊടുത്ത്, നിങ്ങളെ കുടുംബക്കാര് ഗൾഫിലുണ്ട് എങ്കിൽ, ബാംഗ്ലൂരിലുണ്ട് എങ്കിൽ, ഗോവയിലുണ്ട് എങ്കിൽ, ബാംഗ്ലൂരിലുണ്ട് എങ്കിൽ എല്ലാവരെയും വിവരം മറിച്ച് മൂന്നാം ബ്ലോക്കിലെ ആ പള്ളിയുടെ ഉന്നമനത്തിന് വേണ്ടി, ആ പള്ളിയുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം ഒരു സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു അതിന്റെ പർച്ചേസിന്റെ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിച്ച്, ഇതെല്ലാം നമുക്കെല്ലാം നാളെ ആഖിറത്തിലും അല്ലാഹു രക്ഷപ്പെടാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു സ്വതക്കയാണ് എന്നെല്ലാം നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കൂട്ടുകുടുംബത്തിനോടും നിങ്ങളെ ഫ്രണ്ട്സുമാരോടും മെസ്സേജ് കൊടുത്ത് വിവരം അറിയിച്ച് ഇനിയും എത്രയും പെട്ടെന്ന് സമയം മുന്നോട്ട് പോവാതെ ആ ഒരു പർച്ചേസിന്റെ കാര്യം നിങ്ങൾ ഏറ്റെടുത്ത്, നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഈ പള്ളിയായതും മദ്രസയായതും ജനറേറ്ററായതും ഇവിടത്തെ ദർസുമെല്ലാം നിങ്ങളെ മനസ്സുകൊണ്ട് തന്നെയാണ്. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിനും നിങ്ങളെ മുന്നിട്ട് ഇറങ്ങണം. ഇതിന് സഹായിച്ചവർക്കെല്ലാം, സഹായിക്കാൻ പോകുന്നവർക്കെല്ലാം അർഹമായ പ്രതിഫലം യജമാനനായ റബ്ബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാധാരണമായി ഞാൻ ദോരക്കുകയാണ്. അത് ആ ഹദീസിന്റെ 2ാമത്തെ ഒരു പാർട്ടും കൂടി പറഞ്ഞു നിർത്തട്ടെ. പിന്നെ ബുദ്ധി ഉള്ളവൻ എന്ന് പറയുമ്പോൾ ബുദ്ധി ഇല്ലാത്തൊരു വർഗമുണ്ടല്ലോ, ബുദ്ധി ശൂന്യന്മാരുണ്ടല്ലോ. ആരാണെന്നറിയോ? വൽ ആജിസു, ബുദ്ധി ഇല്ലാത്തവരും ബുദ്ധിശൂന്യന്മാർ. മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവന്റെ മനസ്സിനെ നന്നാക്കി എടുത്തിട്ടില്ല. തോന്നിയതുപോലെ ജീവിച്ചു. കള്ളുകുടിയനായി, പെണ്ണുപിടിയവനായി, വഞ്ചന നടത്തി, കഞ്ചാവടിച്ച്, നിസ്കാരം കള്ളാക്കി, ഉമ്മനും ബാപ്പനും വേദനിപ്പിച്ച്, നാട്ടിലെ ഗൗരവാന്യതരെ നിസാരപ്പെടുത്തി, ദർശനെ നിസാരപ്പെടുത്തി, മക്കളെ നിസാരപ്പെടുത്തി, സലാത്തിനെ നിസാരപ്പെടുത്തി, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ എല്ലാം കൊച്ചാക്കിയിട്ട് നാടിനും നാട്ടാർക്കും വലിയ ശാപമായിട്ട് വലിയ വമ്പനായി നടന്നു. തീർന്നില്ല. ഇതെല്ലാം ചെയ്തിട്ട് അള്ളാഹുവിലുള്ള ഒരു അതിയായ ഒരു മോഹം, അള്ളണ്ടല്ലോ നമുക്ക്, അള്ളാഹുവിലുള്ള ഒരു കൊതി. പണി ചെയ്ത പണികളെല്ലാം അവന്റെ നഫ്സിന്റെ തടീച്ചനെ അവൻ പിമ്പറ്റി ജീവിച്ച് തടി നന്നാക്കി എടുത്തിട്ടില്ല, അവന്റെ ആത്മാവിനെ നന്നാക്കി എടുത്തിട്ടില്ല. മനസ്സ് ക്ലിയറുള്ള മനസ്സല്ല, സങ്കുചിതമായ മനസ്സ്. എല്ലാരോടും വെറുപ്പ്, എല്ലാരോടും വൈരാഗ്യം, ആരോടും പക. ഈ രൂപത്തില് ഒരാൾക്കൊരു നിയമത്ത് കാണുമ്പോ അതിനെ വല്ലാതെ ടെൻഷൻ എടുക്കുന്നവർ, ഒരാൾ 10 രൂപ കൊടുക്കുമ്പോൾ അവനെ കുറിച്ച് വല്ലാതെ വെറുപ്പ് വിചാരിക്കുന്ന മനുഷ്യന് നല്ല ചിന്ത അവനക്കില്ല, കൊടുക്കാനുള്ള മനസ്സില്ല. ഈ ഒരു സങ്കുചിതമായ കൽബിന്റെ ഉടമയായിട്ട് ജീവിച്ച്, എന്നിട്ടോ എന്നാലും അള്ളാഹുവില് ബാക്കിയെല്ലാം ഇതെല്ലാം ചെയ്തിട്ട് അള്ളാഹുവിലുള്ള ഒരു വല്ലാത്ത അലച്ചയും അവരാണ്. അള്ളണ്ടല്ലോ പഠിച്ചവരെ ഞാനെന്തിനാ കൊടുക്കുന്നത്, ഞാനെന്തിനാ നിസ്കരിക്കുന്നുള്ളു, ഈ ചിന്തയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ബുദ്ധിശൂന്യൻ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ, അതിലൊന്നും നമ്മൾ പെടാൻ പാടില്ല. ഈ വർഷാരംഭത്തിലെ മുഹറം മാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക, എന്റെ ലൈഫ് ഒരു കൊല്ലം കഴിഞ്ഞു, അത് എനിക്ക് നിശ്ചിഷ്ട ജീവിതമെങ്കിലും നന്നാക്കണം എന്നുള്ള ബോധം പുറത്തങ്ങളുടെ മരണത്തിലൂടെ നിഷ്കളങ്കമായ ജീവിതം നയിച്ച വ്യക്തികൾക്ക് അല്ല കൊടുക്കുന്ന സ്ഥാനമാനം അത് മഹത്വമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. എത്ര വലിയ മഹൽ വ്യക്തിത്വമാണെങ്കിലും ഒരു നാള് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകണം എന്നുള്ള വലിയ പാഠമാണ്. മരണത്തെ ന്യൂസ്, മരണത്തിന്റെ റിപ്പോർട്ട്, മരണത്തിന്റെ ചിന്ത, അതിനേക്കാളും നിന്നെ നന്നാക്കാൻ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു ഉപദേശകനും വേറെയില്ല. അത് തന്നെ മതി നിന്നെ നന്നാക്കാൻ. ഒരു കേരളത്തിൽ നിന്നൊരു വായലുകാരനെ കൊണ്ടുവരണ്ട, ഒരു നെക്നിക്കിന്റെ വല്ലതും വേണ്ട, ഒരു ഉറുദൂല വായിലും വേണ്ട, ഒരു ക്ലാസും വേണ്ട, മറ്റൊരു ഉപദേശവും നിനക്ക് വേണ്ട. മരണം തന്നെ മോനെ നിന്നെ നന്നാക്കാൻ ഏറ്റവും മതി മുഹമ്മദ് റസൂലുള്ളാഹ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.